Good morning to all. Good morning, Good ma'am. morning, Miss. Good morning, Miss. Morning. Okay. Then breakfast ഒക്കെ കഴിച്ചോ? Active ആണോ? കഴിച്ചു, ma'am. കഴിച്ചു. Okay. Start ചെയ്യാം നമുക്ക്. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഏതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ഈ രണ്ട് ടെൻസും പഠിച്ചതാണ്. അതിന് രണ്ടിന്റെയും നമ്മൾ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും ഡിസ്കസ് ചെയ്തു അല്ലെ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പറയൂ, ഡൗട്ട്സ് ഉണ്ടോ? മിസ് അന്ന് പറഞ്ഞില്ലായിരുന്നോ ചെയ്യുന്നു ചെയ്യുകയാണ് എന്നുള്ള എന്താന്ന് പറഞ്ഞുതരാൻ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ചെയ്യുന്നു. അത് നമ്മള് പൊതുവെ അത് ചില സ്ഥലങ്ങളിൽ പറയുന്നതാണ് കേട്ടോ അല്ലെ. ചെയ്യുന്നു എന്ന് പറയുന്നത് ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കരുതാറുണ്ട് അല്ലെ. ചെയ്യുകയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കരുതാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ പറയില്ലേ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണോ? അല്ല അല്ലെ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുകയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തോന്നും. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒന്ന് മനസ്സിലാക്കും കേട്ടോ. ഞാൻ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കും. അതായത് ഞാൻ എല്ലാ ദിവസവും എണീക്കാറുണ്ട് അല്ലെ. എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കാറുണ്ട്, ഞാൻ പല്ല് തേക്കാറുണ്ട്, വേണമെങ്കിൽ അങ്ങനെയും കരുതാം. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നു എന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? ഇപ്പൊ ചിലടത്ത് ചെയ്യുകയാണെന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സെയിം മീനിങ്ങിൽ പറയുന്നവരുണ്ട്. ഓക്കെ. പക്ഷെ അത് ഒരെണ്ണം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ കറങ്ങി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ രാവിലെ തുടങ്ങി പഠിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അല്ലെ. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ടെൻസിന്റെ കാര്യത്തിൽ ആ വ്യത്യാസങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി മാക്സിമം ആ രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നമ്മൾ രണ്ട് ടെൻസ് പഠിച്ചു. ഈ രണ്ട് ടെൻസിന്റെയും നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. അതിന്റെ സ്ട്രക്ചേഴ്സ് പറയണം, അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസും പറയണം. പ്രസന്റ് ചെയ്യാൻ നമുക്ക് പഠിച്ചത് പറയാൻ നോക്കൂ. ഓക്കെ. അപ്പൊ കുറച്ചുകൂടി നമുക്കത് ക്ലിയർ ആകും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രസന്റ് ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ? ആരാ പ്രസന്റ് ചെയ്യുന്നേ? ബ്ലെസ്സി. ഹലോ മാം, കേൾക്കാവോ? കേൾക്കാം. പറയൂ, എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതുപോലെ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് their structures and the examples. You can present it now. Okay. പ്രസന്റ് സിമ്പിൾ പ്രസന്റ് തൊട്ടാണോ പറയണ്ടേ? അതെ. നമ്മൾ പ്രസന്റ് ടെൻസിൽ ആദ്യമായിട്ട് നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതില് സബ്ജക്റ്റ് പ്ലസ് വേർബ് ആണ് വരുന്നത്. അതിൽ സിംഗുലർ ആയിട്ട് വരുന്നത് ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി വരും. പിന്നെ പ്ലൂറൽ ആയിട്ട് വരുന്നത് ടെൻഷൻ ഉണ്ടോ ബ്ലെസ്സി? ചെറുതായിട്ട് തോന്നി. ടെൻഷൻ അടിച്ചാ അറിയാത്തത് പോലും മറന്നു പോകുന്നുണ്ടോ? അത് കൂളായിട്ട് പറയും. പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ്? നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത്? അതിന്റെ സ്ട്രക്ചേഴ്സ് എന്താണ്? ഒരു സെന്റൻസ് നമ്മൾ എന്തെങ്കിലും ഹാബിറ്റോ റൊട്ടീൻസോ അങ്ങനെ എന്തെങ്കിലും പെർമനന്റ് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഫാക്ട് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്സ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. Okay. And the structure? സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് ആണ് വരുന്നത്.
ക്രിയ verb എന്ന് പറയുമ്പോ ഇത് which form of the നമ്മൾ verb? ക്രിയ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷീ ഡാൻസസ് അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. ഷീ ലൈക്സ് ടു പ്ലേ. ഇപ്പൊ ഷീ വരുമ്പോഴത്തേക്ക് നമ്മളൊരു എസ് ഫോം യൂസ് ചെയ്യുന്നുണ്ടായാലും ഇപ്പോൾ ഹി ഷീ ഇറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഷീ ലൈക്സ് ടു പ്ലേ. ഇത് ഐ ലൈക്ക് ബാസ്കറ്റ്ബോൾ. ഐ ലൈക്സ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. ഇപ്പൊ നമ്മൾ എസ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ റൂൾ ആണ് അല്ലെ. അപ്പൊ എന്താണ് singular subject used with the singular verb and the plural subject used with the plural verb. It's a rule of simple present tense. Okay. Yes. അപ്പോ subject plus V1 ആണ്. V1 ഫോം ആണ് നമ്മൾ simple present tense യൂസ് ചെയ്യുന്നത്. Okay. Yes. അപ്പൊ എക്സാമ്പിൾസും പറഞ്ഞു. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് പറയും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ആക്ഷൻ ഹാപ്പനിങ് ഓർ നൗ ഓർ അറൌണ്ട് നൗ, ടെമ്പററി ആക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് verb plus ing. ഹലോ, subject plus present auxiliary. സബ്ജക്ട് പ്ലസ് ബി പ്ലസ് verb plus ing വരും. ബി എന്ന് പറയുമ്പോൾ ഫോംസ് ഏതൊക്കെയാണ്? കേട്ടില്ല മിസ്സേ? ബി സബ്ജക്ട് പ്ലസ് ബി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബി ഫോംസ് ഏതൊക്കെയാണ്? ബി മീൻസ് അവിടെ ബി എന്ന് പറയുമ്പോ പ്രസന്റ് ഓക്സിലറീസ് ആണ് അല്ലെ. ഈസ്, ആം, ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് ആണ്. അപ്പോ എന്താണ് സ്ട്രക്ചർ? സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് verb ing. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾസ് കൂടി പറഞ്ഞേ. എക്സാമ്പിൾ ഐയുടെ കൂടെ നമ്മൾ ഏത് ഓക്സിലറിയാ? ഐ യൂസ്ഡ് വിത്ത് ഓക്സിലറി ഏത് ഓക്സിലറിയാണ് ഐയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യാം? ആം ആണ്. ഐയുടെ കൂടെ ആം യൂസ് ചെയ്യുന്നു. ഷീറ്റിന്റെ കൂടെ ഈസ് യൂസ് ചെയ്യും. ഈസ് യൂസ് ചെയ്യുന്നു. യുവിയുടെ ആർ യൂസ് ചെയ്യും. ആർ യൂസ് ചെയ്യുന്നു. ഓക്കെ. എക്സാമ്പിൾസ് പറഞ്ഞു കേട്ടോ. I am teaching English. They are playing football. ഓക്കെ ബ്ലെസ്സി, നന്നായിട്ട് അത്യാവശ്യം എടുക്കാതെ പഠിക്കൂ കേട്ടോ. ആ സ്ട്രക്ചേഴ്സ് നമ്മൾ സെന്റൻസ് അല്ലെങ്കിൽ ആ ടെൻസ് ഒക്കെ ഇങ്ങനെ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പഠിക്കുന്നുണ്ടോ? ഓക്കെ. Yes. Okay, Blissy. And next, Nissy. Nissy ക്ലാസ്സിലുണ്ടോ? സാന്ദ്ര, ശ്രീഷ്മ. മാം, ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാലോ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. എനിക്ക് ആ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു സിമ്പിൾ പ്രസന്റിന്റെ ക്ലാസ്. അപ്പൊ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് എഴുതിയെടുക്കാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസും ഹാഫ് തൊട്ടിട്ടാണ് ഞാൻ കയറിയത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആവുമായിരുന്നു. ഓക്കെ ക്ലിയർ ആണ് കേട്ടോ. പറയാം.
എംബസ്റ്റിലാണ് കേൾക്കാൻ മാത്രമേ പറ്റൂ. ഓക്കെ ഓക്കെ നജി. Then Alan Joy. Simple present. Yeah, simple present and present continuous. Subject plus verb. Yeah, verb means which verb form? Verb 1. Yes. V1. Then നമ്മുടെ ടെൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? Sun rises in the east. He sings in the water. I write a letter. He plays Okay. cricket, etc. Yes. Okay. നമ്മള് ഇപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യാറ്? Habits, routines, permanent situations, facts, universal truths, schedules, timetables. Okay, okay, correct. Then present continuous tense. For action happening. Okay. Temporary action, future action, subject plus be plus verb plus ing. Yeah. I Okay. plus am plus ing. He or she. ഇത് എവിടെയെങ്കിലും നോക്കി വായിക്കുകയാണോ? ആണോ? Apple. അല്ലേ? ആണോ? We പറയൂ are അല്ലേ? cleaning the house. നോക്കി വായിക്കും. Yeah. Okay, okay. Alan, clear ആണോ? Present continuous simple present tense clear ആണോ? Clear ആണ്. മനസ്സിലായിട്ടുണ്ട്. Okay അല്ലേ? Okay ആണ്. Yeah. Okay. Then Shamsina. Next. Correct. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഡെയിലി റൂട്ടീൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത് അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈവൺ ഫോം ഓഫ് വെർബ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റില് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ യു വി ദേ, അതിന് പ്ലൂറൽ വെർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബും യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് പറയുന്നത് ഹി പ്ലേസ് ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബ് പറയൂ. ടോക്ക് ഓൺ ദി ഫോൺ. രണ്ടാമത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതെന്ന് പറയുന്നത് പിന്നെ അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഈസോർ ആമോർ ആർ പ്ലസ് വെർബ് ing ഫോമിലുള്ള വെർബാണ്. അപ്പം അവൻ പാട്ട് പാടുകയാണെന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് സിംഗിങ് എ സോങ്. പിന്നെ അവർ കളിക്കുകയാണ്, ദേ ആർ പ്ലേയിങ്. അത്രയും മനസ്സിലായി. ഹലോ, മിസ് പോയോ?
ഷംസീന ഷംസീന ഹലോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഹി പ്ലേ ഇതില് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞില്ലേ, ഹി പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞില്ലേ? അതില് ഹി സിംഗുലർ ആയതുകൊണ്ട് എന്താണ് ബാക്കി ഒന്ന് പറഞ്ഞുതരോ? ഹി അല്ല, സിംഗുലർ ഹി ആയതുകൊണ്ട് പ്ലേസ് ആണ്. ഹി സിംഗുലർ ആയതുകൊണ്ട് പ്ലേ ആ എന്ന് പറയുന്ന വെർബ് സിംഗുലർ ആവും. അപ്പം പ്ലേസ് എന്ന് വരും. എസ് ആ ലാസ്റ്റ് ചേർക്കും. ഓ ആയിക്കോട്ടെ, ശരി. ഓക്കെ, നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യൂട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഐ വിൽ ബാക്ക്. ഓക്കെ. മാം എന്താ ചോദിച്ചത്? ക്ലാസ്സിൽ കയറാൻ വൈകിയേ? ഹലോ മിസ് സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞതാണ്. ഓ പ്രസന്റ് കണ്ടിന്യൂസ്. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ പ്രസന്റ് കണ്ടിന്യൂസിലല്ലേ വരിക? ഹലോ ഹലോ ഞാൻ പറയണത് കേൾക്കണ്ടോ? ഹലോ ഷംസീന, ഒരു ഡൗട്ട് കൂടി. ഹലോ, എന്താ പറയുന്നു? നേരത്തെ എക്സാമ്പിള് അവിടെ പ്ലൂരൽ ആണ് വരുന്നതെങ്കിലോ? അവിടെ ഈ അയ്യു വീതയൊക്കെ ആണെങ്കിൽ പ്ലേ ആ എന്ന് വരും. പ്ലേ, പ്ലെയിൻ ആ ടോക്ക് അങ്ങനെ ആ വരും. ആ ഓക്കെ, അപ്പോ ശ്രീഷ്മ ക്ലിയർ ആയോ? ഓക്കെ ആണിപ്പോ? മനസ്സിലായോ? വെരി ഗുഡ്. ഓക്കെ, മിസ്സേ, എന്തോ? ഞാൻ ഇന്നലെ ക്ലാസ്സിലില്ലായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഈ ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എഴുതുമ്പം ആരൻ ഐ ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് എഴുതണ്ടെന്ന് പറഞ്ഞില്ലേ? ആറിന്റെ ആണോ? അത് മാത്രം? ആണോ? ഇപ്പോ ആമായി എന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നമുക്ക് ആമായി തിരിച്ചിടാം. ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഐ ആം വന്നു. അത് നെഗറ്റീവ് വരുമ്പോ ഐ ആം നോട്ട് ആണ് വരാം, അല്ലെ? ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓക്സിലറി ഫസ്റ്റ് ഇടാം. അതായത് ആമായി ചോദിക്കാം, നമുക്ക് ആമായി ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് ചോദിക്കാം. ഓക്കെ,
ഇനി പക്ഷേ ഞാൻ ആപ്പിൾ കഴിക്കുക അല്ലേ എന്നാണെങ്കിൽ ഒരിക്കലും ആമിൻ്റെ വരില്ല. ആമിനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് ആമൈ എന്ന് ചോദിക്കാം, പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ആമിൻഡൈ എന്ന് പറയില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ആറിൻഡൈ ആണ് കേട്ടോ. ആറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ മാത്രല്ല വേറെ എവിടെ അങ്ങനെ മാറുന്നില്ലല്ലോ. എന്തോ വേറെ എവിടെ അങ്ങനെ മാറുന്നില്ലല്ലോ, അവിടെ മാത്രല്ലേ ആറിന്റെ വരുന്നത്. ബാക്കി എല്ലാം നമുക്ക് സിമ്പിൾ ആണ്. ബാക്കി എല്ലാം നമ്മൾ പഠിച്ച പോലെ തന്നെ തിരിച്ചു പറഞ്ഞിട്ടാൽ മതി. പക്ഷെ ഇവിടെ ആണ് മിസ്റ്റേക്ക് ചെയ്യുന്നതാണ്. ആമിൻഡൈ എന്ന് യൂസ് ചെയ്യും, പക്ഷെ ആമിൻഡൈ എന്ന് പറയാൻ പറ്റില്ല, അതൊരു വേർഡ് ഇല്ല. ആറിൻഡൈ ആണ് യൂസ് ചെയ്യുന്നത്. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. പെട്ടെന്ന് മാറിപ്പോവാൻ പാടില്ല, പഠിച്ചു വെച്ചേ പറ്റും. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ then next ഹന്ന. ഹന്ന പോയി. ഓക്കെ ഹന്ന, എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് സിമ്പിൾ പ്രസന്റ്, ടെൻസ് പ്രസന്റ്, കണ്ടിന്യൂസ് പഠിച്ച പോർഷൻസ് ഒന്ന് പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നേ. പ്രസന്റ് ചെയ്യാൻ പറ്റോ? കുഞ്ഞുണ്ടോ അടുത്ത്? ഇപ്പൊ പറ്റില്ല, മോൻ കരയുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. then നിമിഷ. പറയൂ മിസ്. നമുക്കൊന്ന് പറയാം എന്താണ് പഠിച്ച രണ്ട് ടെൻസിനെ കുറിച്ചും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് പറയേണ്ടത്. രണ്ടെണ്ണം എല്ലാവർക്കും ഇപ്പോ കുറച്ച് പേര് ക്ലാസ് ഇല്ലാത്തവരുണ്ടായിരുന്നു. സോ അവർക്കും കൂടെ നമ്മൾ ബേസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈക്ക് ക്ലാസ് പോലെ നമുക്കൊന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മറ്റുള്ളവർക്കും കൂടെ ക്ലിയർ ആകും. ഓക്കെ, എനിക്ക് മനസ്സിലായത് പറഞ്ഞു. ടെൻസ് എന്ന് വെച്ചാല് ഡെയിലി റൂട്ടീന്, ഹാബിറ്റ്, പെർമനന്റ് സിറ്റുവേഷൻ എന്നൊക്കെ ചെയ്യുന്നത്, ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് അല്ലേ മിസ്സേ? അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. പിന്നെ സിംഗുലർ സബ്ജക്റ്റ് എന്നും പ്ലൂറൽ സബ്ജക്റ്റ് എന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി അതൊക്കെ പറയുന്നു. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് വെച്ചാല് ഐ, യു, വി, ദേ അതൊക്കെയുള്ളത്. പിന്നെ അതിന്റെ എനിക്ക് എക്സാമ്പിൾ കിട്ടിയില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് പ്രസന്റ് കണ്ടിന്യൂസില് ചെയ്യുകയാണ് എന്നതൊക്കെ ഉള്ളതാണ് തോന്നുന്നു. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ്, ആറ് പ്ലസ് V1 ing അടങ്ങിയത്. ആമിസ്, ആം ഓർ ഈസ് ഓർ ആറ് പ്രസന്റ് ആക്സിലറി വെർബ്സ് ആണ്. ഐനെ ആം എന്നും ഹി, ഷീ, ഇറ്റ്, എവരിബഡിനെ ഈസ് എന്നും കണക്കാക്കുന്നു. യു, വി, ദേന് ആർ എന്നും ചേർക്കുന്നു. അതിന് എക്സാമ്പിള് ഐ ആം ഡ്രിങ്കിങ് വാട്ടർ, ഐ ആം ഗോയിങ് ടു മൈ കസിൻസ് ഹൗസ് അതൊക്കെ വരുന്നു. കറക്റ്റ് ആണോ മിസ്സേ? കറക്റ്റ് ആണ്, പറയൂ കേട്ടോ. ഇത്രേ അറിയോ? വേറെ ഒന്നും എനിക്കറിയത്തില്ല. എക്സാമ്പിൾസ് അല്ലേ ഇപ്പം പറഞ്ഞ ഐ ആം ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ പറയുന്നത്. They are singing a song, reading a movie, watching a movie. പിന്നെ I am cooking dinner right now. മിസ് പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ അതിന്റെ അല്ലേ പ്രസന്റ് കണ്ടിന്യൂസിന്റെ? ഓക്കെ നിമിഷ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് റംസീന. സോറി റമീസ്. റംസീന പറയൂ. റംസീന ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മാം, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തു. എനിക്ക് ഇതുപോലെ കുറച്ചൊക്കെ അറിയുള്ളൂ മാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുന്നത് നമ്മൾ ഡെയിലി റൂട്ടീൻ ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ ഫോം ഈ സബ്ജക്റ്റിൻ്റെ കൂടെ ഹി, ഷീ, ഇറ്റ്, അതിൻ്റെ കൂടെ വെർബ് അല്ലെങ്കിൽ എസ് ഓർ ഇ എസ് ചേർക്കുക, ഒബ്ജക്റ്റ്. എക്സാമ്പിള് ഷീ കുക്സ് ടേസ്റ്റി ഫുഡ്. പിന്നെ ഹിയും ഷീയും സിംഗുലറും മറ്റേ ഐ, യു, വി, ദേ ഒക്കെ പ്ലൂറൽ വെർബ്സ് ആണെന്ന് അറിയാം.
പ്രസന്റ് കണ്ടിന്യൂസ് അതിൽ നമ്മൾ ING ഫോം ചെയ്യുകയാണ് എന്ന് പറയുന്നതല്ലേ? എനിക്ക് അറിയുന്നുള്ളൂ. എക്സാമ്പിള് ഐ ആം മീറ്റിംഗ് ലഞ്ച്, ഷീസ് റീഡിങ് എ ബുക്ക്. അതിന് എക്സാമ്പിൾ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കി ചോദിച്ചാൽ പറഞ്ഞത് എന്താ മാം? സിമ്പിൾ പ്രസന്റ് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസിലാണ് സബ്ജക്റ്റ് ആം, ഈസ്, ആറ്, അതിനോട് വെർബിന്റെ കൂടെ ING ഫോം ചേർക്കുന്നു മനസ്സിലായി. ആം, ഈസ്, ആറൊക്കെ പ്രസന്റ് ഓക്സിലറീസ് ആണെന്ന് അറിയാം. ഇപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിൽ I വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ആരൻഡ് യൂസ് ചെയ്യണം. കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല മാം. ഓക്കെ അറിയുന്നുണ്ട്, ഓക്കെ. മാം പറഞ്ഞു തരുന്നത് അറിയുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അതെനിക്ക് പ്രസന്റ് ചെയ്യാന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്യണം കേട്ടോ. നമുക്ക് സംസാരിക്കണം അല്ലെ, എല്ലാം പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് അല്ലെ. സോ മാറ്റാം നമുക്ക് കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യാ, കോപ്പറേറ്റ് ചെയ്യാ, എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ ഓക്കെ മാം. യെസ്. അമൽജി, അമൽജി എന്ത് പറ്റി? റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അനുമോൾ എന്താ പറയാം നമുക്ക്. എനിക്ക് കുറെ ആദ്യത്തെ ഞാൻ ഏതൊരു ക്ലാസ്സിൽ താമസിച്ചൊക്കെ കയറി അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ എഴുതി വെച്ചേക്കുന്നോ അറിയാവുന്നോ കേട്ട് പറയാവേ. ശരിക്കും അറിയില്ല. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലൂടെ നമ്മുടെ ഡൂം ഡസ് യൂസ് ചെയ്യുന്നതല്ലേ? ഡൂം ഡസ് യൂസ് ചെയ്യും. ഇപ്പം അതില് സിംഗുലർ ആണെങ്കിൽ നമ്മള് എസ് യൂസ് ചെയ്ത് ലൈക്സ് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഷീ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയും, എസ് യൂസ് ചെയ്യും. മറ്റടുത്ത് ടെൻഷൻ അടിക്കണ്ട, കൂൾ ആയിട്ടിരിക്കൂ. ടെൻഷൻ അടിച്ചാൽ അറിയാവുന്ന ഇവിടെ മറന്നു പോട്ടോ. ഓക്കെ ഓക്കെ, അനുമോൾ വെയിറ്റ് ചെയ്യും, ഒക്കെ നോക്കാം. ഓക്കെ, പിന്നെ പറയാട്ടോ. ഇനി ശ്രീഷ്മ ഓക്കെ ആണോ? പറയാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. ഓക്കെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂസിങ് സിറ്റുവേഷൻസ്, ഹാബിറ്റ്, യൂണിവേഴ്സൽ ട്രൂത്ത്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഡെയിലി റൂട്ടീൻസിലൊക്കെയാണ്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ഫോമിലാണ്. പിന്നെ അതിൽ സിംഗുലർ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എക്സാമ്പിൾ ഹി സിംഗുലർ ആയതുകൊണ്ട്, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് പ്ലേസ് എന്നാക്കും. അപ്പൊ ഷീ പ്ലേസ് ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട്, അല്ല ഹി പ്ലേസ് ഇൻ ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട് എന്നാവും. പിന്നെ പ്ലൂറൽ വരുന്നത് I, we, you, they ഒക്കെയാണ്. പിന്നെ നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് ഫ്യൂച്ചർ ആക്ഷൻ, ടെമ്പററി ആക്ഷനിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ സ്ട്രക്ചർ വരുന്നത് എസ് പ്ലസ് പ്രസന്റ് ഓക്സിലറീസ് ആയിട്ടുള്ള ആം, ഈസ്, ആറ് പ്ലസ് VING ആണ്. അതില് ഐക്ക് ആം എന്നും പിന്നെ ഹി, ഇറ്റ്, എവരിബഡി ഉള്ളതിന് ഈസ് എന്നും യു, വി, ദേ എന്നുള്ളടത്ത് ആറെന്നുമാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിള് ഐ ആം ടീച്ചിങ് ഇൻ ഇംഗ്ലീഷ്, യു ആർ ലേണിംഗ് ഇൻ ഇംഗ്ലീഷ്. അതൊക്കെ അറിയൂ മിസ്. ഓക്കെ ഓക്കെ ശ്രീഷ്മ, താങ്ക് യു. അപ്പോ മിക്കവർക്കും ഡൗട്ട് ഉണ്ട്. ഇപ്പോഴും ഡൗട്ട് മീൻസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല, പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമ്പിൾസ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിയാണോ? അതൊക്കെയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നേ? ആണോ? ഓക്കെ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടതിനാണ്, ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബൈഹാർട്ട് പഠിക്കുമ്പോ നമുക്കത് എത്രത്തോളം നമ്മൾ അത് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എത്രത്തോളം രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആണ്. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ. പക്ഷെ മനസ്സിലാക്കി പഠിക്കും.
എപ്പോഴും ഇനി ടെൻസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടെൻസ്. അത് പഠിച്ചില്ലെങ്കിൽ, അത് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് വിതൗട്ട് എനി മിസ്റ്റേക്സ് നമുക്ക് ഒരു ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ടെൻസ് പഠിക്കുമ്പോൾ മാക്സിമം മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ്? നമ്മുടെ ഡെയിലി റൂട്ടീൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പറയണം. ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കണ്ടേ അല്ലെ? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണ്ടേ? ഞാൻ രാവിലെ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ ബ്രഷ് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന സെയിം ഫ്ലോ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റണം അല്ലെ? അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് ഏത് ടെൻസും യൂസ് ചെയ്ത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും അത് കണ്ടിന്യൂസ് വെച്ച് പറയാൻ പറ്റോ? ഐ ആം വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് കേൾക്കുമ്പോ തന്നെ എങ്ങനെയുണ്ട്? തെറ്റാണ് അല്ലെ? ഒരിക്കലും ING വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടെൻസ് ആണ് എന്ത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ടെൻസും ഇപ്പോ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ പഠിക്കുകയാണ്, ഞാൻ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെന്താണ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു എന്ന് പറയുന്ന എല്ലാരും ടെൻസ് അല്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. മലയാളം പോലും നമ്മൾ പറയുന്നത് ടെൻസിലാണ്, ടെൻസ് വൈസ് തന്നെയാണ്. ഏതൊരു ലാംഗ്വേജും അങ്ങനെയാണ്. ഏതൊരു ലാംഗ്വേജും നമ്മൾ സംസാരിക്കുന്ന ടെൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇംഗ്ലീഷിന് മാത്രമല്ല ഈ ടെൻസ് ഉള്ളത്. ഓക്കെ, മലയാളത്തിൽ പറയാലോ, ഭാവി, ഭൂതം, വർത്തമാനം. വർത്തമാനം എന്താണ്? ഇപ്പൊ പറയുന്നത് വർത്തമാനം അല്ലെ? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, മീൻസ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് ടെൻസിൽ നമ്മൾ 4 ആക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രസന്റിൽ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു. അതൊരു പ്രസന്റ് ടെൻസ് നടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ പറയുന്ന രീതി വ്യത്യാസമുണ്ട് അല്ലെ? വേറെ എന്താണ്? ഞാനിപ്പോ കിച്ചണിൽ കുക്ക് ചെയ്യാണ്, ഞാൻ മോളെ പഠിപ്പിക്കുകയാണ്, ഞാനിപ്പോ പഠിക്കുകയാണ്, ഞങ്ങളിപ്പോ ഷോപ്പിങ്ങിന് പോവാണ്, ഞാനിപ്പോ റെഡിയാകാണ് എന്ന് പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് അല്ലെ? ഇനി എന്താണ്? ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ഷീണമാണ്, ഞാൻ രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അല്ലെ? ഞാനിപ്പോ സ്കൂളിൽ പോയിട്ടുണ്ട്, ഹസ്ബൻഡ് ഇപ്പൊ ജോലിക്ക് പോയിട്ടുണ്ട്, ഞാനിപ്പോ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഇതെല്ലാം എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ മലയാളത്തിലാണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷിലും വരണം. അങ്ങനെ വരാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന 4 ആക്ഷൻസ് ആണ് ഈ പറയുന്ന സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് 4 ആക്ഷൻസ്. അതിൽ 2 ആക്ഷൻ മാത്രമാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ ആക്ഷൻ സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ ആക്ഷൻ അല്ലെ? സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡെയിലി റൊട്ടീൻസ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും ഓക്കെ, നമ്മുടെ ഒരു ഹാബിറ്റ്, നമ്മുടെ ശീലങ്ങളായിക്കോട്ടെ, നമ്മുടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാവരും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നതാണ്. ഇതൊരു ഹാബിറ്റ് അല്ലേ? ശീലമല്ലേ അല്ലെ? എല്ലാ ദിവസവും എല്ലാവരും കുളിക്കുന്നുണ്ട്, അതൊരു ശീലമല്ലേ? ഓക്കെ, പിന്നെന്താണ്? നമ്മൾ രാവിലെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊരു ശീലമാണ്. ഇതെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളാണ്, നമ്മുടെ ഹാബിറ്റ്സ് ആണ്, നമ്മുടെ റൊട്ടീൻസ് ആണെന്ന് പറയും. ഇതെല്ലാം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ രാവിലെ എണീക്കുകയാണ്, ഞാൻ പല്ല് തേക്കുകയാണ്. എങ്ങനെയാണോ പറയുന്നേ അങ്ങനെ പറയും. എപ്പോഴാണ്? ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറയും. ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും, ഞാൻ ബ്രഷ് ചെയ്യാണ് എന്ന് പറയും. അത് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യുന്നു, ഇങ്ങനെയല്ലേ പറയുന്നേ? സോ അങ്ങനെ പറയാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്.
ക്ലിയർ ആയോ? അപ്പൊ എവിടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? ഓക്കെ, ഇനി അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്. കാരണം ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത് അത് ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ്ലി യൂസ് ചെയ്തില്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ആകും, ഗ്രാമർലി മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അല്ലാതെ അത് വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ ഗ്രാമർ വൈസ് അത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1. വെർബിന് തന്നെ 3 ഫോംസ് ഉണ്ട്, V1, V2, V3 ഫോംസ്. ഈ പറയുന്ന V1, V2, V3 ഫോംസ്, ഈ പറയുന്ന ഈ 3 ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പല പല ടെൻസിലാണ്. അല്ലാതെ ഓരോ ടെൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പല രീതിയിലും പല ടെൻസിലും പല കാര്യങ്ങൾ പറയാനും നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഫോംസ് ആണത്. അപ്പോ V1 എന്ന് പറയുന്ന ആ ഒരു ഫോം അല്ലെങ്കിൽ വെർബ് ബേസ് ഫോം ഓഫ് ദി വെർബ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. V1 നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, അപ്പോ സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് ഏതൊക്കെയാണെന്ന് അറിയാം നമുക്ക്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഐ, യു, വി, ദേ എന്ന് പറയുന്ന സബ്ജക്ട്. അതിൽ തന്നെ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ് സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നത്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഓക്കെ, ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ഐ, യു, വി, ദേ ആണ് പ്ലൂറൽ സബ്ജക്ട്സ്. ക്ലിയർ? അപ്പോ നമ്മൾ ഡിവൈഡ് ചെയ്തു, സബ്ജക്റ്റിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇറ്റ്സ് എ സിംഗുലർ വൺ ആൻഡ് എ പ്ലൂറൽ വൺ. ഓക്കെ, ആൻഡ് നമ്മൾ ഇനിയിപ്പോ വെർബ് കണക്ട് ചെയ്യണം അല്ലെ. നമ്മൾ തന്ന സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1 എന്നാണ് പറഞ്ഞത്. സബ്ജക്ട് കിട്ടി, ഇനി അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് വെർബാണ്. ഓക്കെ, അപ്പൊ വെർബ് യൂസ് ചെയ്യണമെങ്കിൽ വെറുതെ ആണ് വെർബ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ്. ഓക്കെ, അപ്പോ ഈ എല്ലാ നമ്മൾ പൊതുവെ കാണുന്ന എല്ലാ വെർബും അല്ലാതെ എല്ലാ വേർഡ്സുകളും പ്ലൂറലാണ്. റൈറ്റ്, റീഡ്, പ്ലേ, ഗോ, ജംപ്, സിംഗ്, ഡാൻസ്, നോർമലി ഇതെല്ലാ വേർബും പ്ലൂറലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ സിംഗുലറൈസ് ചെയ്യാണ് ചെയ്യാം അല്ലെ. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് ഐ റൈറ്റ് എ ലെറ്റർ എന്ന് പറയാം, ഐ പ്ലേ ക്രിക്കറ്റ് പറയാം, യു പ്ലേ ക്രിക്കറ്റ് പറയാം. പ്ലേ ആണ് യൂസ് ചെയ്തത് കാരണം അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്തു. ഇനി സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് സിംഗുലറൈസ് ചെയ്യാം, ജസ്റ്റ് ഒരു എസ് ഫോം ആഡ് ചെയ്യാം. ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ he writes a letter എന്ന് വരും, അല്ലെങ്കിൽ he plays the cricket, he reads a book എന്ന് വരും. എന്തിന്റെയും കൂടെ നമ്മൾ ഏത് വെർബിന്റെയും കൂടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർബ് സിംഗുലർ ആയി മാറും. സ്പെല്ലിംഗ് അനുസരിച്ച് ഇതോട്ടോ എസ് ആകുക. ഓക്കെ, ഇപ്പൊ ഗോ ആണെങ്കിൽ ES ആഡ് ചെയ്യേണ്ടി വരും, ഗോസ് ആണ്. അതുകൊണ്ട് സ്പെല്ലിംഗ് അനുസരിച്ച് ആ വേർഡിന്റെ സ്പെല്ലിംഗ് ബേസ് ചെയ്തിട്ട് നമ്മൾ എസ് ആണോ ES ആണോ ആഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ വെർബും മനസ്സിലായോ? ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, പറയുന്നത് കേട്ടിരുന്നാൽ മാത്രം പോരാ, എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കൂട്ടോ. ഒരിക്കലും മറക്കാൻ പാടില്ല. കോഴ്സിലൂടെ നമുക്ക് ടെൻസ് എങ്കിലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ടെൻസ് പഠിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എളുപ്പമാണ്, ഭയങ്കര സിമ്പിൾ ആണ്. അതുകൊണ്ട് മാക്സിമം ഇതെങ്കിലും പഠിക്കാം കേട്ടോ. അപ്പൊ വെർബ് പറഞ്ഞു, സബ്ജക്ട് പ്ലസ് V1 എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആണ്, ലെറ്റർ ഒബ്ജക്ട്. ഓക്കെ, ഇനി പിന്നെ അങ്ങോട്ട് നമുക്ക് ചിലപ്പോ prepositions യൂസ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് യൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു പറയുന്ന പോലെ ഷോർട്ട് സെന്റൻസ് അല്ലാതെ നമുക്ക് ലോങ് സെന്റൻസും പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോ എന്താണ് he writes a letter, he writes a letter in library. ലൈബ്രറിയിൽ നിന്ന് ലെറ്റർ എഴുതുന്നു എന്ന് പറയാം. when I see her here, ഞാൻ അവളെ കണ്ടപ്പോൾ അവളെ ലെറ്റർ എഴുതുകയാണ്. അപ്പൊ ആ സെന്റൻസ് ആണ് മാറിപ്പോട്ടോ, വ്യത്യാസം വരും. അപ്പൊ നമുക്ക് എങ്ങനെയും നമുക്ക് എന്താണ് ലോങ് സെന്റൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പ്രപ്പോസിഷൻസ് വരും, വേറെ ഒബ്ജക്ട്സ് വരും. ഓക്കെ, ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് സബ്ജക്റ്റും വെർബാണ്. സബ്ജക്റ്റും വെർബിൽ മാത്രമാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് വരും. പിന്നെ പ്രപ്പോസിഷൻ കറക്റ്റ്ലി പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ?
ഓക്കെ, ക്ലിയർ? ഓക്കെ ആണ്, യെസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന എന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാനിപ്പോ പഠിക്കുകയാണ്. എളുപ്പമാണ് പറയാം, ഞാനിപ്പോ പഠിക്കുകയാണ്. അല്ലാതെ ഞാനിപ്പോ പഠിക്കുന്നു എന്നും പറയാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ പറയും. നമുക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല, ഞാനിപ്പോ പഠിക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും അവിടെ ചിന്തിച്ചത്, നമ്മൾ എപ്പോഴും അവിടെ യൂസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോ കറന്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യത്തിന് ഞാനിപ്പോ പഠിക്കുന്നു എന്നും ഉത്തരം പറയാം, ഞാനിപ്പോ പഠിക്കുകയാണ് എന്ന് ഉത്തരം പറയാം. ഓരോരുത്തരും പല രീതിയിലാണ് പറയാം. മലയാളം അറിയാലോ, പല രീതിയിൽ മലയാളം പറയുന്നവരുണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ഇങ്ങനെയാണെന്ന് കറക്റ്റ്ലി അറിയില്ല. ഞാൻ പൊതുവെ അങ്ങനെ പറയുന്നു. ഞങ്ങൾ ഇവിടെ പറയാറ് പൊതുവെ ഞാൻ പഠിക്കുകയാണ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സോ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. കറന്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന വാക്ക് എന്താണ്, അത് ഫോളോ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ്. അതിൽ നമ്മൾ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഓക്സിലറീസ് ആണ്, പ്രസന്റ് ഓക്സിലറീസ് ആണ്. പാസ്റ്റ് ഓക്സിലറീസ് ഉണ്ട്, പ്രസന്റ് ഓക്സിലറീസ് ഉണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത്, നമുക്ക് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ഓക്സിലറീസ് ആണ്. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ് പ്രസന്റ് ഓക്സിലറീസ്? ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ ആണ് പ്രസന്റ് ഓക്സിലറീസ്. ദെൻ വെർബിന്റെ കൂടെ ing. കണ്ടിന്യൂസ് ഫോം ആണെങ്കിൽ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ, അപ്പൊ കണ്ടിന്യൂസ് ആണെങ്കിൽ ing ഫോം ഉണ്ടാകും, ഷുവർ ആണ്, മസ്റ്റ് ആണ്. അപ്പൊ വെർബിന്റെ കൂടെ ing ഫോം എന്തായാലും വരും. പ്ലേയിങ്, റൈറ്റിംഗ്, റീഡിംഗ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. So we can mostly use the ing form with verb. Okay, so structure is subject plus is, am, are plus verb ing. ഐയുടെ കൂടെ നമ്മൾ ആമും, he, she, it, everybody കൂടെ ഈസും, യു, വിയുടെ കൂടെ ആറും ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ, സിമ്പിൾ ആണ്. അപ്പോ എന്താണ്? ഐ എം പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. വി ആർ ഗോയിങ് ടു ദ ടെമ്പിൾ, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ഷോപ്പിംഗ്, ഫോർ ഷോപ്പിംഗ്. ഓക്കെ, വി ആർ ഗോയിങ് ഫോർ ഷോപ്പിംഗ് ടു സംവെയർ. ഓക്കെ, അപ്പോ ഞങ്ങൾ ഷോപ്പിംഗിൽ പോവാണ്. പിന്നെ എന്താ പറയാ, ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ, ലെറ്റർ എഴുതാണ്, ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ ഇൻ ദ ലൈബ്രറി എന്ന് പറയാം. when I see her, she is writing a letter in the library. ഓക്കെ, അപ്പൊ സെന്റൻസിൽ നമുക്ക് കണ്ടില്ല, അത് കുറച്ച് ലോങ്ലി നമുക്ക് പറയാൻ പറ്റും. ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ടെൻസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അതിൽ കൂടെ ഓക്സിലറീസ് നിർബന്ധമാണ്. ഓക്സിലറീസ് ഉണ്ടെങ്കിൽ ing ഫോം നിർബന്ധമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒക്കെയാണോ? രണ്ട് ടെൻസ് മനസ്സിലായോ? ഇപ്പോ മനസ്സിലായി? ഷുവർ. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരും. എന്തോ? ക്വസ്റ്റ്യൻസ് വരുമോ? ഈ സിമ്പിൾ പ്രസന്റിലാണല്ലേ ഡൂവും ഡസും വരുന്നത്. വേറെ ഒന്നിനും. അപ്പൊ ഈ പ്രസന്റ് കണ്ടിന്യൂസ് അതനുസരിച്ച് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാറുന്നുള്ളൂ അല്ലെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസില്. അതെ, നമുക്ക് ക്വസ്റ്റ്യൻസും ഇതെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നിങ്ങൾ ഈ ഞാൻ ഇന്ന് പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസന്റിന്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് നന്നായിട്ട് നോക്കുക. കുറച്ച് എക്സാമ്പിൾസും കൂടെ ടെക്സ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രസന്റ് സിമ്പിൾ പ്രസന്റിനെ ബേസ് ചെയ്ത് ഒരു 5 എക്സാമ്പിളും, പ്രസന്റ് കണ്ടിന്യൂസിനെ ബേസ് ചെയ്ത് ഒരു 5 എക്സാമ്പിളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ 10 എക്സാമ്പിൾ ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യും. എല്ലാ സബ്ജക്റ്റിനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ എക്സാംസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എല്ലാവരും കേട്ടോ, എല്ലാവരും ഒരു 5 എക്സാമ്പിൾസ് വീതം, 2 ഒരു 10 എക്സാമ്പിള് ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് സമയം എടുക്കരുത്, പെട്ടെന്ന് ചെയ്യാം, നമുക്ക് സമയം ഇല്ല. ഓക്കെ, ചെയ്യൂട്ടോ, പെട്ടെന്നാവണേ.
ഓക്കെ, ഷംസീന, നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസും പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ട് ടെൻസ് ആണ് ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. സോ അതിനെ ബേസ് ചെയ്ത് ഈ രണ്ട് ടെൻസ് ചെയ്ത് ഒരു 5 എക്സാമ്പിൾസ് ചെയ്ത് ഒരു 10 എക്സാമ്പിൾസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. മാക്സിമം എല്ലാവരും പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ടീച്ചർക്ക് എന്താ? Okay, Zishma, I wake up at 6 a.m. She reads every night. She reads എന്താണ് ഒബ്ജക്റ്റ് ഉണ്ടോ? She reads a kind of book. ഏതെങ്കിലും ബുക്ക് അല്ല. She reads a book every night. They play football on Sunday. On Sundays, ഞായറാഴ്ചകളിൽ കളിക്കുന്നു എന്ന് പറയാം. He drinks tea in the morning. She writes diary every night. Okay. She walks to school every day. I drink coffee every morning. She loves ice cream. They eat lunch at noon. I play chess. I'm cleaning my room. I'm eating lunch. She's reading book. We are watching a movie. I'm listening to music. Correct. He drinks water. My sister cooks every day. She writes a letter every night. She cleans the room every day. I'm drinking lemon juice. I'm cooking dinner right now. She's watching a sunlight. She's watching sunlight. Okay, it was good. We are singing a song. The train leaves at 6 p.m. The sun rises in the east. She reads a book before bed. Before going to bed, he teaches English. They play cricket on weekends. I'm reading a book. They are playing football. I'm teaching lunch. I'm eating lunch. The children are drawing picture. Okay. I write a story. She goes to library. The cow eats grass. We like to eat burger. You like to become my friend. I'm typing simple present continuous tense. She's giving food to hens. Okay. They are going to Mumbai. He's reading books and eating an apple. She's feeding. Feeding or telephone. She's feeding our pets and our grandchildren. Okay. Okay, ബാക്കി ആരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എന്താ മിസ്സേ? ഷീസ് ഫീഡിങ് മിസ്സേ. ഇപ്പോ ഇങ്ങനെ പറയാലോ. Now she's reading. Sorry. Now she's feeding our pets. Pets ഫീഡ് ചെയ്യുന്നു. ഫീഡ് മീൻസ് ഫുഡ് കൊടുക്കുക. Okay. അവർന്നാണോ? ഞങ്ങളുടെ പെറ്റ്സിന് അവള് ഫുഡ് കൊടുക്കുകയാണ് ഇപ്പോ എന്ന് പറയാം അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോ ക്ലിയർ ആണ് എല്ലാവരും? മനസ്സിലായോ? നന്നായിട്ട് പഠിക്കുക കേട്ടോ. ടെൻസ് നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്പീഡിൽ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. സ്ലോവിൽ പോയാൽ മതി. പക്ഷെ എല്ലാവരും പഠിച്ചിരിക്കണം. മസ്റ്റ് ആണ് പഠിച്ചിരിക്കണം. എത്ര ഡൗട്ട്സ് ടെൻസിനെ ബേസ് ചെയ്ത് എത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിലും പോലും ചോദിക്കണം കേട്ടോ. ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾ ടെൻസ് അറിയാൻ പാടില്ല എന്നൊരിക്കലും ആണ് പറയുന്നത്. അപ്പോ അതേപോലെ നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടും കമ്പൽസറി ആയിട്ടും ടെൻസ് പഠിച്ചിരിക്കണം. അതിന് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് മീ വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഓക്കെ. Then she writes a letter. He likes to play basketball. I like Pramod. They goes to gym every day. She always speaks English. They are playing. I'm going to school. They are playing football on the ground. She's watching a dance program on the TV. I'm eating an apple. She's talking on the phone. Yeah, correct. She goes to school. He reads a book. We study English. They go to church. They like apple. We are going shopping. I'm studying English. He is talking to his friend. Talking to his friend. Talking is spelling that term now. Talking to his friend. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്താണ് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നോക്കാം കേട്ടോ. പിന്നെ ഒരിക്കലും ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. ക്ലാസ് തന്നെ മാക്സിമം നേരത്തെ തന്നെ ജോയിൻ ചെയ്യും. നമ്മൾ 10:30 തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ബിയോണ്ട് ടൈം. ഓക്കെ. She eats an apple every day. They walk in the park. He plays the guitar. My mother cooks delicious meals. The sun sets in the east. Okay. Rises my tea. Okay. I brush my teeth every morning. We are singing a song. They eat breakfast at 8 a.m. and we are eating biryani together. He goes to library. I'm going to trip. Can you catch me? Okay. So correct ആണ്. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നന്നായിട്ട് പഠിക്കണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇത് ക്ലാസ്സിൽ
കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇംഗ്ലീഷ് നന്നായിട്ട് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ഓൾ. See you next class. Okay, താങ്ക് bye. യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.